വെൽക്കം ബാക്ക് ടു സൈറ ലേണിംഗ്സ്. നമ്മൾ ഇന്ന് എൻ ടി എ യു ജി സി നെറ്റ് സൈക്കോളജി സബ്ജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റ് എമർജൻസി ഓഫ് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂഫിസം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നുണ്ടാകും. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ഇറ്റ്. സോ സൂഫിസം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മുസ്ലിം ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫിലോസഫിയാണ്. ബേസിക്കലി ഇറ്റ്സ് മിസ്റ്റിക്കൽ. മിസ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, മിസ്റ്റിസം എന്ന് പറയുന്നത്, ഇറ്റ് ബേസിക്കലി ഹോൾഡ്സ് എ വ്യൂ ദാറ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നത് ഇസ് ത്രൂ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ വായിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാവാൻ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മിസ്റ്റിക്കൽ അല്ലെങ്കിൽ മിസ്റ്റിസം എന്ന് പറയുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്. സോ സൂഫിസം ഇസ് ഓൾസോ മിസ്റ്റിക്, അല്ലെങ്കിൽ ഒരു മിസ്റ്റിസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് സൂഫിസം എന്ന് പറയുന്നത്. എല്ലാം എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യൂ. ഓക്കെ, ആൻഡ് പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഇറ്റ്സ് എ മുസ്ലിം ഫിലോസഫി. ഓക്കെ, ആൻഡ് ഇത് സൂഫിസം എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇറ്റ് വാസ് ഇൻ അറബ് പെനിൻസുല. പിന്നീടാണ് അത് ഡിഫറെന്റ് ഏരിയാസിലേക്ക് സ്പ്രെഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം ഇസ് ബേസിക്കലി എന്താ പറയുക, പീസ്ഫുൾ സറണ്ടർ എന്ന് അർത്ഥം വരുന്ന ഒരു അറബിക് വേർഡിൽ നിന്നാണ് ബേസിക്കലി ഇസ്ലാം വന്നിട്ടുള്ളത്. സോ ഇസ്ലാമുമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക് റിലീജിയനുമായിട്ട്, ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയനുമായിട്ട് വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഏക ദൈവ വിശ്വാസികളാണ് സൂഫിസ്റ്റുകൾ. അപ്പം സൂഫിസം എന്ന് പറയുന്നത് ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഇസ്ലാമിക് വ്യൂസ്, ആൻഡ് ബട്ട് യെറ്റ് ഇൻ സം അതർ വേസ് ദേ ആർ ഡിഫറെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ സൂഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂഫിസം എന്ന് പറയുന്ന ഒരു വേർഡ് സൂഫി എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നതാണ്. ആൻഡ് സൂഫി മീൻസ് യോഗി, അതായത് ഒരു ഗോളിൽ റീച്ച് ചെയ്തിട്ടുള്ള സമൺ ഹു ഹാസ് റീച്ച് ദ ഗോൾ എന്നുള്ളതാണ് സൂഫി എന്ന് പറയുന്ന ഒരു വേർഡിന്റെ അർത്ഥം. എന്നാൽ അതിൽ തന്നെ പല തർക്കങ്ങളും ഉണ്ട്. അതായത് സൂഫി എന്ന് പറയുന്ന വേർഡ് ബേസിക്കലി അറബിക് വേർഡ് ആയിട്ടുള്ള സാഫി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും, ആൻഡ് ഇറ്റ് ആക്ച്വലി മീൻസ് പ്യോറിറ്റി എന്നുള്ള രീതിയിലും പല തർക്കങ്ങളും അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ്. ഓക്കെ, ആൻഡ് ബേസിക്കലി സൂഫിസ്റ്റുകൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ സൂഫിസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മളുടെ ഏറ്റവും നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഇറ്റ് ഇസ് ഫോർ സെർവൻറ്ഹുഡ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫോർ സെർവൻറ്ഹുഡ് ടു ഗോഡ്. ഓക്കെ, സോ നമ്മുടെ എല്ലാവരുടെയും ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ് ഇസ് ടു ലൈക്ക് ബി ലൈക്ക് സെർവൻസ് ടു ഗോഡ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യർക്കൊന്നും നേടാനില്ല എന്നുള്ളതാണ് സൂഫിസം ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യൂ. ഓക്കെ, ആൻഡ് ഇവർ വിശ്വസിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺ തൗഹീദ്. ആൻഡ് തൗഹീദ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഇറ്റ്സ് വൺനെസ് ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞ പോലെ ഏക ദൈവ വിശ്വാസികളാണ് എന്നുള്ളതാണ്. സോ തൗഹീദ് മീൻസ് വൺനെസ് ഓഫ് ഗോഡ്. ആൻഡ് എപ്പോഴും സൂഫിസ്റ്റുകളുടെ, അല്ലെങ്കിൽ സൂഫിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ട്രൂത്ത് തേടി പോകണം, അല്ലെങ്കിൽ സത്യങ്ങൾ തേടി പോകണം എന്നുള്ളതാണ്. ആൻഡ് ഈ സത്യങ്ങൾ തേടി പോകേണ്ട വഴി എന്ന് പറയുന്നത് ഇറ്റ്സ് ത്രൂ ടു തിങ്സ്, ദാറ്റ് ഇസ് ലവ് ആൻഡ് ഡിവോഷൻ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സൂഫിസം എന്ന് പറയുന്ന ഈ പറയുന്ന മുസ്ലിം ഫിലോസഫിയുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വയം മനസ്സിലാക്കുക, സ്വയം ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കുക. സെൽഫ് അക്സെപ്റ്റൻസും സെൽഫ് നോളജും ഒക്കെയാണ് ബേസിക്കലി ദി അൾട്ടിമേറ്റ് എയിം ഓഫ് സൂഫിസം എന്നുള്ളത്. ഓക്കെ, ആൻഡ് എപ്പോഴും സൂഫിസം എന്ന് പറയുന്നത് അത് പ്രീച്ച് ചെയ്യുന്നത് വി നീഡ് ടു ബി ഇൻ ഗ്രൂപ്പ്സ്. എപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു സൂഫി ഗൈഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹെഡ് ഉണ്ടായിരിക്കണം, ആൻഡ് ഹീ വിൽ ബി ദ വൺ ഹു ഗൈഡ്സ്. ആ ഒരു രീതിയിലാണ് ബേസിക്കലി ഇവർ പ്രീച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഈ ഗൈഡ് നല്ലൊരു ആളാണെങ്കിൽ, ഇഫ് ഹീ ഈസ് എ ഗുഡ് സൂഫി ഗൈഡ്, നമ്മളും നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇഫ് ഹീ ഈസ് ഇംപെർഫെക്റ്റ്, വി വിൽ ഓൾസോ ബി ഇൻ ദ പാത്ത് ഓഫ് എവിൽ എന്നുള്ള രീതിയിലാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നൊരു വിശ്വാസം. ഓക്കെ, ആൻഡ് ഈ സൂഫി എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം, സൂഫിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ബേസിക്കലി രണ്ട് സിസ്റ്റംസ് ആണുള്ളത്. അതാണ് രണ്ട് ആസ്പെക്റ്റുകളാണുള്ളത്, ദാറ്റ് ഈസ് നോളജ് ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, നോളജ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ദാറ്റ് ഈസ് നമ്മൾ കൂടുതലായിട്ടും ദൈവത്തിനെ കുറിച്ചിട്ടുള്ള നോളജ് പിന്നെയും പിന്നെയും അക്വയർ ചെയ്യുക, ലൈക്ക് ഹൗ മച്ച് എവർ വി ക്യാൻ ദൈവത്തിനെ കുറിച്ചിട്ടുള്ള നോളജ് അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് പ്രാക്ടീസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ നോളജ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് വേറെ എന്തെങ്കിലും ഒരു നോളജ്, അങ്ങനത്തെ കാര്യങ്ങളല്ല. നോളജ് അബൌട്ട് ഗോഡ് എന്നുള്ളതാണ്. ഗോഡിന്റെ ക്രിയേഷൻസിനെ കുറിച്ചിട്ടുള്ള നോളജ്, അല്ലെങ്കിൽ ക്രിയേറ്ററിനെ കുറിച്ചിട്ടുള്ള നോളജ്. ഇതാണ് ബേസിക്കലി നോളജ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
ഓക്കെ. ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന കാര്യത്തിൽ പ്രാക്ടീസിൽ 2 കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈസ് നമ്മളുടെ വേൾഡ്ലി ആയിട്ടുള്ള നമുക്ക് പല പ്ലെഷേഴ്സിലും മനുഷ്യർ വീഴാൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നുമുള്ളൊരു ഡിറ്റാച്ച്മെന്റ് ആണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഡിറ്റാച്ച്മെന്റ് ഫ്രം വേൾഡിനെസ് എന്നുള്ളതാണ് ആദ്യത്തേത്. ആൻഡ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ദൈവവുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. ഗോഡുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. ത്രൂ മുറാഖബ, ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. അതേപോലെ തന്നെ മുഹാസബ, ത്രൂ സെൽഫ് എക്സാമിനേഷൻ. ഇതാണ് രണ്ടാമത്തെ കാര്യം. സോ പ്രാക്ടീസിൽ 2 എലമെന്റ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ സ്വയം ഈ പറയുന്ന വേൾഡ്ലി പ്ലഷേഴ്സിനും കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സ്വയം ഡീറ്റാച്ച്ഡ് ആവുക എന്നുള്ളതും രണ്ടാമത്തെ ദൈവവുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. ത്രൂ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ലൈക്ക് മെഡിറ്റേഷൻ ആൻഡ് സെൽഫ് എക്സാമിനേഷൻ. ദ ടേംസ് ആർ മുറാക്കബ ആൻഡ് മുഹാസബ. ഓക്കെ. ആൻഡ് ഈ ഒരു പ്രാക്ടീസിനെ ബേസിക്കലി സഫർ എന്നുള്ളതാണ് പറയുക, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ജേർണി ടു ഗോഡ് എന്നുള്ള രീതിയിലാണ് സഫർ എന്നുള്ള വേർഡിന്റെ അർത്ഥം ഇറ്റ്സ് ജേർണി. അപ്പം പ്രാക്ടീസ് എന്നുള്ളത് ദൈവത്തിന് അല്ലെങ്കിൽ ഗോഡുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് കോൾഡ് എസ് സഫർ ഓർ ജേർണി ടു ഗോഡ് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഈ ഒരു നമ്മൾ ദൈവത്തിനായിട്ട് അടുക്കുന്ന ആ ഒരു സ്റ്റേജസിന് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അറ്റൈൻമെന്റ് ദാറ്റ് ഇസ് ബീൻ ഡിവൈഡഡ് ഇൻടു സെവറൽ സ്റ്റേജസ്. ഓക്കെ. ആൻഡ് ദേ ആർ ബീങ് ഡിസ്ക്രൈബ്ഡ് ആസ് മുക്കാമത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു സ്റ്റേജസിനെ വിളിക്കുന്ന പേരാണ് മുക്കാമത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യർക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സൂഫിസം പ്രീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാം പ്രീച്ച് ചെയ്യുന്ന പല വഴികളും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത്: കലിമ, ദാറ്റ് ഇസ് ബേസിക് ബിലീഫ്സ്; സലാത്ത്, റിച്വൽ പ്രേയേഴ്സ്; സോം ഇസ് ടു ഫാസ്റ്റ്; ആൻഡ് ഹജ്ജ് ഇസ് എ പിൽഗ്രിമേജ്; സക്കൽ ഇസ് ഡൊണേഷൻ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അത്രത്തോളം ഫ്രം ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് മൈറ്റ് നോട്ട് ബി ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് കലിമ, സലാത്ത്. കലിമ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ജപിക്കുക എന്നൊക്കെ പറയുന്ന പോലെ, സലാത്ത് എന്നൊക്കെ പറയുന്ന പോലെ, ലൈക്ക് ഇറ്റ് ഇസ് ഓൾ പ്രാക്ടീസസ് ദാറ്റ് വി ഡു ഫോർ ഗോഡ്. ഓക്കെ. അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ദി റിച്വൽസ് ദാറ്റ് വി ഗോഡ് ഡു ഫോർ ഗോഡ്. അപ്പം കലിമ, സലാത്ത്, സോം, ഹജ്ജ്, സക്കൽ, ഡൊണേഷൻ, ഇതെല്ലാം ആണ് മനുഷ്യർക്ക് ലൈഫിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. ഓക്കെ. ഓക്കെ. അതേപോലെ തന്നെ പറയുന്ന വേറൊരു മെത്തേഡാണ് മറീഫത്ത് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. മറീഫത്ത് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസിലൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ്റ്റിസം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അതുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേമാണ് മറീഫത്ത് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പീരിയൻസിലൂടെ അക്വയർ ചെയ്യുന്ന നോളജിനെയാണ് മറീഫത്ത് എന്ന് പറയുന്നത്. അതിനെയാണ് പാത്ത് ഓഫ് സൂഫീസ് എന്ന് പറയുന്നത്. ബേസിക്കലി സൂഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വിശ്വാസവും അതാണ്. നമുക്ക് എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് മറീഫത്തിനെ നമ്മൾ പാത്ത് ഓഫ് സൂഫീസ് എന്ന് പറയുന്നത്. അതിൽ 7 സ്റ്റേജസ് ആണ് ബേസിക്കലി ഉള്ളത്. അതിനെ മക്കാമത്ത് എന്ന് പറയുന്നതിൽ 7 സ്റ്റേജസ് ആണുള്ളത്. ആ 7 സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് റെപ്പൻറ്റൻസ്. റെപ്പൻറ്റൻസ് മീൻസ് തൗബ. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും സിന്നുകൾ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു എന്താ പറയുക, പൊറുക്കലിനെ തേടുക എന്നൊക്കെ പറയാമല്ലോ. ലൈക്ക് ഇറ്റ് ഇസ് ടു ജസ്റ്റ് റിഗ്രറ്റ് എന്നുള്ളതാണ്. റൈറ്റ്. ലൈക്ക് ഇഫ് യു ഹാവ് ഡൺ സം മിസ്റ്റേക്സ്, റെപ്പൻറ്റ് ഫോർ ഇറ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിന് റിഗ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് റെപ്പൻറ്റൻസ് ഓർ തൗബ. ആൻഡ് ആ റെപ്പൻറ്റൻസ് ആരോടായിരിക്കണം? ഇറ്റ് ഇസ് ഫോർ ഗോഡ്. അതായത് നമുക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറ്റിയിട്ടുണ്ട് എന്നുള്ളതും അത് റിഗ്രറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഭവമാണ്. ആൻഡ് വി നീഡ് ടു ആസ്ക് ഫൊർഗിവ്നെസ് എന്നുള്ളതാണ്. അതാണ് റെപ്പൻറ്റൻസ് ഓർ തൗബ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അബ്സ്റ്റിനൻസ് ഓർ വിസൽ. ഓക്കെ. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും ഇൻ്റലിജൻസ് ഒഴിവാക്കുക, നമ്മൾ ബാഡ് ഹാബിറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും നമ്മൾ റീഫ്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. തേർഡ് ഇസ് റിനൗൺസിയേഷൻ ഓർ സുഹുദ്. ഓക്കെ. അതായത് നമുക്ക് ഫിസിക്കൽ എൻജോയ്മെന്റ് തരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് റിനൗൺസിയേഷൻ ഓർ സുഹുദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പോവേർട്ടി ഓഫ് ഫക്ർ. അതായത് പോവേർട്ടി ഓഫ് ഫക്ർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിക്കരുത്. അതായത് നമ്മളെ ഗോഡിൽ നിന്നും അല്ലെങ്കിൽ ഗോഡിലേക്ക് അടുക്കുന്ന ആ ഒരു പാതയിൽ നിന്നും നമ്മളെ തിരിച്ച് പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പോവേർട്ടി ഓഫ് ഫക്ർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ആഗ്രഹങ്ങളെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പോവേർട്ടി ഓഫ് ഫക്ർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരിക്കും. ഡൈവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോഴും വളരെ പേഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഹോൾഡ് ബിലീഫ് ഇൻ ഗോഡ് എന്നുള്ളതാണ്. ഓക്കെ.
നെക്സ്റ്റ് ഇസ് ട്രസ്റ്റ് ഓർ തവക്കൽ. അതായത് എന്ത് കാര്യം സംഭവിക്കണം, നല്ലത് സംഭവിക്കുകയാണെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിലും ഹാവ് ട്രസ്റ്റ് ഇൻ ഗോഡ് എന്നുള്ളതാണ് ട്രസ്റ്റ് ഓർ തവക്കൽ. ആൻഡ് നെക്സ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സൂഫി ഡസ് എവറിഥിങ് ടു പ്ലീസ് ഗോഡ്. അതായത് ദൈവത്തിനെ അല്ലെങ്കിൽ ഗോഡിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നോൺ ആസ് റിത്സ. ഓക്കെ, ദാറ്റ് ഇസ് സാറ്റിസ്ഫാക്ഷൻ. ഗോഡിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അതേപോലെ തന്നെ നമ്മൾ സൂഫിസം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ അതിൽ 4 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഓർ ഓഫ് പ്രാക്ടീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നമ്മൾ സൂഫിസം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ 4 സ്റ്റേജസ് ഉണ്ട്. ദാറ്റ് ഇസ് ഷരിയ, തറീഖ, ഹക്കീക്ക ആൻഡ് മറീഫ. ഷരിയ is a religious law, Hakika is a mystical path, Hakika is the truth, and Marifa is a gnosis. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഷരിയ എന്ന് പറയുന്നത് ബേസിക് ഫൗണ്ടേഷൻ ആണ്. എന്തൊക്കെ ചെയ്യാം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ശരികളെയും തെറ്റുകളെയും ലോസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഷരിയ എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഇസ്ലാമിലെ ടീച്ചിങ്സ് ആണ് അതിലുള്ളത്. മൊറാലിറ്റിയും എത്തിക്സും നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്ന എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു കംപ്ലീറ്റ് മോറൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുള്ള ഒരു നല്ല ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യാം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ലേ ഔട്ട് ചെയ്യുന്നതാണ് ശരിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് തറീക്ക. തറീക്ക എന്ന് പറയുന്നത് ഇപ്പം ശരിയ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എത്തിക്കൽ ഗൈഡ് ലൈൻസ് എന്നുള്ളത് പോലെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ തറീക്ക എന്ന് പറയുന്നത് അതിലേക്കുള്ള വഴിയാണ് തറീക്ക എന്ന് പറയുന്നത്. അതായത് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് തരീക്ക എന്ന് പറയുന്നത്. ശരിയ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അത് റൂൾസ് ആയിട്ട് മാത്രം നിലനിൽക്കുന്നു. തരീക്ക എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള വഴി ഓരോ ദിവസവും അത് നമ്മൾ എങ്ങനെ ആപ്ലിക്കബിൾ ആക്കുന്നു എന്നുള്ളതാണ് തരീക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എവറിഡേ ലൈഫ് ഹൗ ഡു വി അപ്ലൈ ദ ശരിയ, അതാണ് തരീക്ക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഹക്കീക്ക. ഹക്കീക്ക എന്ന് പറയുന്നത് ഇസ് ദ ഇന്നർ മീനിങ് ഓഫ് ദി പ്രാക്ടീസസ് ആൻഡ് ഗൈഡൻസ് ഫൗണ്ട് ഇൻ ഷരിയ ആൻഡ് തരീക്ക. അതായത് കുറച്ചും കൂടി എന്താ പറയാ, ഗോഡിനെ ഉള്ളിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഹക്കീക്ക എന്ന് പറയുന്നത്. എന്താ പറയാ, ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുന്നതിലപ്പുറത്തേക്ക് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദൈവത്തിനെ തൊട്ടറിയാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് ബേസിക്കലി ഹക്കീക്ക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്, ശരിയ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള മോറൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് എങ്ങനെ ജീവിതത്തിൽ നമുക്ക് പ്രാബല്യത്തിൽ പെടുത്താം അല്ലെങ്കിൽ വരുത്താം എന്നുള്ളതായിരുന്നു നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് തരീക്ക. ആൻഡ് ദെൻ ഹക്കീക്ക എന്ന് പറയുന്നത് അത് നിലവിൽ വരുത്തുകയും ഗോഡുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ തന്നെ ആ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഹക്കീക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് അത് ആ ഒരു ഈ കാര്യങ്ങളൊക്കെ ശരിയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ലൈഫിൽ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് മറീഫ. മറീഫ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള. ഇപ്പം നമ്മൾ പല തിയറീസും പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ കാൾ റോജറിന്റെ തിയറി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ് എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഏറ്റവും സ്പിരിച്വൽ ട്രൂത്തിന്റെ ഒരു ഏറ്റവും സുപ്പീരിയർ സ്റ്റേജ് ആണ് മറീഫ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഹക്കീക്കയും കടന്ന് വളരെയധികം സ്പിരിച്വൽ എക്സ്പീരിയൻസ് വളരെയധികം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് സത്യം എന്താണ് ദൈവം എന്നുള്ളതൊക്കെ വളരെയധികം ഉള്ളിലേക്ക് എടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു പീക്ക് ലെവലിൽ എത്തുന്ന ഒരു അവസ്ഥയാണ് മറീഫ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഒരു പ്രൊഫറ്റോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നബികൾ അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ്, ഇവരൊക്കെ എത്തിയിട്ടുള്ള ഒരു സെയിന്റ് അല്ലെങ്കിൽ ഒരു സേജ്, ഇവരൊക്കെ എത്തിയിട്ടുള്ള ആ ഒരു പീക്ക് ലെവലിലാണ് നമ്മൾ മറീഫ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് 4 ഡിഫറെന്റ് സ്റ്റേജസ് ദാറ്റ് ഇസ് ബീങ് ഇൻക്ലൂഡഡ് ഇൻ പ്രാക്ടീസിങ് സൂഫിസം. ഓക്കെ, സോ കുറച്ച് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ ലെവൽ ഓഫ് ഷരിയ എന്ന് പറയുന്നത് യോഴ്സ് ആൻഡ് മൈൻ എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും എന്താണ് ലോ ഗ്യാരണ്ടി ചെയ്യുന്ന, എല്ലാവർക്കും റൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവർ ഒരാളുടെയും റൈറ്റുകൾ ഹനിക്കപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സംഭവമാണ്. ദാറ്റ് ഇസ് യോഴ്സ് ആൻഡ് മൈൻ എന്നുള്ളതാണ് അത് ബേസിക്കലി സ്റ്റാൻഡ് ഫോർ ചെയ്യുന്നത്. അറ്റ് ദ ലെവൽ ഓഫ് സൂഫി പാത്ത് തറീക്ക, mine is yours and yours is mine. They are expected to treat one another as brothers and sisters, to open their homes, their hearts and their purses to one another. അപ്പോൾ തറീക്ക എന്ന് പറയുന്ന ആ പാത്ത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. മൈൻ ഇസ് യോഴ്സ് ആൻഡ് യോഴ്സ് ഇസ് മൈൻ. എൻ്റെത് നിൻ്റെതുമാണ്, നിൻ്റെത്
എൻ്റെതുമാണെന്നുള്ള രീതിയിൽ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാധനം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലവും ഡിവോഷനും ശരിയായ രീതികളും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദേഴ്സായിട്ടും സിസ്റ്റേഴ്സായിട്ടും വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. The level of truth, hakika, it is no mine and no yours. അതായത് the advanced Sufis at this level realize that all things are from God and they are really only caretakers and they possess nothing. അതായത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയ ഒരാൾക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം. ഇതിൻ്റെ എല്ലാം ഒരു ക്രിയേറ്റർ ദൈവമാണ് എന്നുള്ളതും ഇതെല്ലാം പൊസസ് ചെയ്യുന്നത് ദൈവമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നിട്ടുള്ള ആളുകളാണ് എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു സത്യം റിയാലിറ്റി മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ് ഇത്. നോ മൈൻ ആൻഡ് നോ യോസ്. എനിക്കും നിനക്കൊന്നും ഒന്നുമില്ല എന്നുള്ളതും ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നുള്ളതും ഇതെല്ലാം ദൈവത്തിൻ്റെത് മാത്രമാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്ന റിയാലിറ്റി മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ് ഹക്കീക്ക എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ലെവൽ ഇസ് അറ്റ് ദ ലെവൽ ഓഫ് നോസിസ് ഓർ മറീഫ, നോ മീ ആൻഡ് നോ യു. അതായത് എല്ലാം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാം എന്താണ് ദൈവമാണ് അല്ലെങ്കിൽ വേറെ ഒന്നും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ദൈവത്തിൽ അപ്പുറത്തേക്ക് ലോകത്തൊന്നുമില്ല എന്ന് റിയലൈസ് ചെയ്യുന്ന ഏറ്റവും പീക്ക് ലെവലാണ് മറീഫ അല്ലെങ്കിൽ നോസിസ് എന്ന് പറയുന്നത്. Okay. And Sufi psychology basically it is being dependent on 3 foundations. ആ 3 foundations എന്ന് പറയുന്നത് ഇറ്റ്സ് നഫ്സ്, ഖൽബ് ആൻഡ് റൂഹ്. നഫ്സ് എന്ന് പറയുന്നത് സെൽഫാണ്, ഖൽബ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർട്ട് ആൻഡ് റൂഹ് ഇസ് സ്പിരിറ്റ്. ഓക്കെ, അപ്പം നഫ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് സെൽഫ് എന്നുള്ളൊരു സംഭവമാണ്. സെൽഫ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ് അത് മുന്നോട്ട് വെക്കുന്നത്. അതായത് നമ്മളിപ്പം ഓർക്കുമ്പോൾ സെൽഫ് എന്ന് പറയുമ്പോൾ ഓക്കെ ദർ ഇസ് സോ മച്ച് ഓഫ് ബയോ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ചുകൂടി സൂഫി സൈക്കോളജി വെച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റുകളും ശരികളും ചെയ്യുന്ന ഒരാൾ എന്നുള്ളതും അറ്റ് ദ വെരി ലോവസ്റ്റ് ലെവൽ നമുക്ക് പല ട്രേറ്റുകളും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട് എന്നുള്ളതാണ് അറ്റ് ദ വെരി ലോവസ്റ്റ് ലെവൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അറ്റ് ദ ഹയസ്റ്റ് ലെവൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും ദൈവത്തിനായിട്ട് അടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗ്രോസ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഹയസ്റ്റ് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത്. സെക്കൻഡ് ഇസ് ഖൽബ്. ഖൽബ് എന്ന് പറയുമ്പോൾ ഹാർട്ട് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നോട്ട് ദി ഫിസിക്കൽ ഓർഗൻ. ഹാർട്ട് എന്ന് പറയുന്ന ഫിസിക്കൽ ഓർഗനെ അല്ല അവർ മീൻ ചെയ്യുന്നത്, സ്പിരിച്വൽ ഹാർട്ടിനെയാണ്. ബേസിക്കലി ബിക്കോസ് സ്പിരിച്വാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ദൈവത്തിനായിട്ട് കൂടുതൽ അടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ it refers to spiritual heart. And the last concept is ruh or the spirit ruh. Ruh എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന സംഭവത്തിനെയാണ് റൂഹ് എന്ന് പറയുന്നത്. ഇന്നമോസ്റ്റ് ഡൈമെൻഷൻ കോൾ ബാത്തിൽ ആസ് എൻ ഡയറക്റ്റ് ഇത് അതാണ്. അതായത് നമ്മൾ റൂഹാണ് അല്ലെങ്കിൽ നമ്മുടെ സോളാണ് എപ്പോഴും ഗോഡിനായിട്ട് കണക്ട് ചെയ്യുന്നതും ഈ പറയുന്ന ഓരോ സ്റ്റേജസിലും പറഞ്ഞ് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു ശരിയ ദെൻ ഓരോ സ്റ്റേജസും പറഞ്ഞു ഹക്കീക്ക മറീഫ ഇതും പീക്ക് ലെവൽ. അപ്പം ഈ റിയാലിറ്റീസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് റൂഹ അല്ലെങ്കിൽ നമ്മുടെ സോളാണ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മാവാണ് അതെന്നുള്ളതാണ്. ദാറ്റ് ഇസ് റൂഹ്. സോ ഇത് മൂന്നുമാണ് ബേസിക്കലി സൂഫി സൈക്കോളജിയിലെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെന്റുകൾ എന്നുള്ളതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് സൂഫി സൈക്കോളജി. അപ്പം എന്തൊക്കെയാണ് സൂഫി സൈക്കോളജി ഓർത്ത് വെക്കണമെന്ന് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുമ്പം ഈ പറയുന്ന പോലെ വാട്ട് ആർ ദ 3 important things, that is ruh, nafs and qalb. അതേപോലെ തന്നെ ലൈക്ക് വാട്ട് ആർ ദ 4 ഡിഫറെൻറ്റ് സ്റ്റേജസ്. നമ്മൾ സൂഫിസം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് 4 സ്റ്റേജസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ സൂഫിസം ഏത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആൻഡ് വാട്ട് ഈസ് ദിയർ ബിലീഫ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അണ്ടിൽ വി കം വിത്ത് അനദർ വീഡിയോ, താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.